നോട്ട്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാം മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. ഇതെല്ലാവർക്കും ഉള്ള പ്രോബ്ലമാണ്. എനിക്കും ഇങ്ങനെ തന്നെയാണ്. ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യാൻ പറ്റാതാവുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് വിഷമിക്കും. പക്ഷെ ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്താ വെച്ചാൽ, നമ്മൾ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ നോട്ട്സ് ഇരുന്ന് വായിച്ചിട്ടോ അല്ലെങ്കിൽ ക്ലാസ് കേട്ടിട്ടോ കാര്യമില്ല. കാരണം എക്സാമിന് നമ്മൾ ഈ നോട്ട്സ് അതേപോലെ എടുത്ത് എഴുതി വെക്കുകയല്ല ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് എന്താ കാര്യം എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ആൻസേഴ്സ് കൊടുക്കണം. സോ ആ ഒരു ക്വസ്റ്റ്യൻസിനെ അറ്റൻഡ് ചെയ്യാനുള്ള ഫിയർ നമുക്ക് മാറ്റിയെടുക്കാൻ വേണം. അതിനെന്നെ ഹെൽപ്പ് ചെയ്ത സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ട്രിക്സ് പറഞ്ഞുതരാം. ഈ ടിപ്സ് എങ്ങനെ വർക്ക് ആവുന്നതെന്നും എൻ്റെ എക്സാം ഹാളിൽ അതെന്നെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തെന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ടാവും. സോ ഹായ് ഗൈസ്, ഐ എം സിദ്ധാർത്ഥ്. ഐ എം എൻ ACCA ഫൈനലിസ്റ്റ്, ഹോപ്പ്ഫുള്ളി ആൻ ACCA അഫിലിയേറ്റ്. ഞാനിപ്പോൾ എൻ്റെ ലാസ്റ്റ് എക്സാം എഴുതിയിട്ടിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് കോമൺ ആയിട്ട് സ്റ്റുഡൻസിനുള്ള പ്രശ്നമാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതിപ്പോൾ ACCA എന്നൊന്നുമല്ല, നിങ്ങൾ എന്ത് കോഴ്സ് പഠിക്കുകയാണെങ്കിലും ഈവൻ +1 +2 ആണെങ്കിൽ പോലും നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് അത് മനസ്സിലാക്കി ആൻസർ എഴുതാൻ പറ്റാത്ത ഒരവസ്ഥ പല സബ്ജക്ട്സിലും വരുന്നുണ്ട്. ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുകയാണെങ്കിൽ എനിക്ക് ഉറപ്പ് തരാൻ പറ്റും നിങ്ങളുടെ ആ പ്രോബ്ലം എങ്ങനെയായാലും ഒരു 80% ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങളൊരു ബുക്കും പേനയും എടുത്തിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് എഴുതി വെക്കുക. ബുള്ളറ്റ് പോയിന്റ്സ് പോലെ ഷോർട്ടാക്കി എഴുതി വെച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മറന്നുപോകും. ഒരുവിധം ക്ലാസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് നോട്ട്സ് വായിച്ചതാണെങ്കിൽ പിന്നെ ഇതൊന്നും ഇരുന്ന് നോക്കുന്നതിൽ കാര്യമില്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നോക്കാൻ നല്ലത്. പിന്നെ ഇത് എടുത്ത് നോക്കുന്നത് വെറുതെ ടൈം വേസ്റ്റിംഗ് ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ +1 +2 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ സബ്ജക്റ്റിന് ഓരോ ബുക്ക് വെച്ചെടുക്കുക. ചെറിയ ബുക്ക് മതി, 100 പേജിൻ്റെയോ 150 പേജിൻ്റെയോ. ഇനിയിപ്പോൾ നിങ്ങൾ ACCA പോലുള്ള കോഴ്സസ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓരോ പേപ്പേഴ്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ പേപ്പറിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഓരോ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയ കാര്യങ്ങൾ, അതേപോലെ തന്നെ ഫാക്കൽറ്റി ക്ലാസ് എടുക്കുന്ന ടൈമിൽ സ്പെഷ്യലി എടുത്ത് പറയുമല്ലോ ഇന്ന ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ബുക്കിൽ എഴുതി വെക്കുക. അത് ചാപ്റ്റർ വൈസോ ടോപ്പിക് വൈസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. സോ നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന 30-40 പേജുള്ള ബുക്ക് ഉണ്ടല്ലോ, ഇതായിരിക്കണം നമ്മുടെ പ്രൈമറി നോട്ട്സ്. അതാവും നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വായിക്കേണ്ടതും റിവൈസ് ചെയ്യേണ്ടതും. അല്ലാതെ എക്സാമിന് ഒരു 2 ദിവസം മുന്നേ അല്ലെങ്കിൽ 3 ദിവസം മുന്നേ ഈ പറയുന്ന ക്ലാസ്സസ് ഇരുന്ന് കേൾക്കാനും അതേപോലെ തന്നെ ഫുള്ള് ടെക്സ്റ്റ് ബുക്ക് വായിക്കാനൊന്നും പ്രാക്ടിക്കൽ അല്ല. അത് നമ്മളെ കൂടുതൽ സ്ട്രെസ്സിലേക്ക് ആവുകയും കൂടുതൽ കൺഫ്യൂഷൻസിലേക്ക് കൊണ്ടുവരികയേ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത 30 പേജ് അല്ലെങ്കിൽ 40 പേജ് ഉണ്ടല്ലോ, ഇത് സുഖമായിട്ട് നമ്മളെ കൊണ്ടിരുന്ന് വായിക്കാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മിക്കവാറും ഈ ടോപ്പിക്സ് എന്നാണ് വരിക. അതുകൊണ്ടാണല്ലോ ഇത് ഇമ്പോർട്ടൻ്റ് ആയത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആക്റ്റീവ് ലേണിംഗ് ആണ്. അതായത് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങണം. ക്വസ്റ്റ്യൻസ് ആദ്യം ഒന്നും ചെയ്യുമ്പോൾ നമുക്ക് തീരെ കോൺഫിഡൻസ് ഉണ്ടാവില്ല. കാരണം ക്വസ്റ്റ്യൻ വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ ആൻസർ എവിടുന്ന് തുടങ്ങണം എന്ന് അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഏത് ടോപ്പിക്കാണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ 100 പ്രോബ്ലംസ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് മുന്നേ പഠിച്ചിറങ്ങിയവരും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്നവർക്കും ഒക്കെ ഇതിങ്ങനെ തന്നെയാണ്. അവരൊക്കെ ഈ ഒരു പ്രോസസ്സ് കൂടെ കടന്നു പോയിട്ട് തന്നെയാണ് പാസ്സായിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്രശ്നമാണെന്ന് വിചാരിച്ചു ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നോർമൽ ആണെന്നുള്ള കാര്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, കരയിൽ നിന്ന് നമുക്ക് ഒരിക്കലും നീന്തൽ ഓടിക്കാൻ പറ്റില്ല. അതിന് വെള്ളത്തിലൂടെ ഇറങ്ങാനും വേണം. സോ പയ്യെ ഓരോ ക്വസ്റ്റ്യൻസ് എടുക്കുക. എന്നിട്ട് അതെങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ചെടുക്കണം എന്നുള്ള കാര്യം ആദ്യം പഠിക്കുക. ടൈം എടുത്ത് ഓരോ ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കുക. അതിനൊക്കെ ഒരു പാറ്റേൺ ഉണ്ടാവും. എങ്ങനെ പോലും ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യന് ഒരു പാറ്റേൺ ഉണ്ടാവും, ഒരു ട്രിഗറിങ് പോയിന്റ് ഉണ്ടാവും. അതേപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടാവും. അത് കൂടുതൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ ആൻസർ പറ്റുന്ന പോലെ ഒന്ന് ചെയ്ത് വെക്കുക. എന്തായാലും തെറ്റായിരിക്കും, ആൻഡ് അത് അങ്ങനെ തന്നെയാണ് വേണ്ടതും. എന്തായാലും ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ അതിൻ്റെ ആൻസേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് എടുത്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്തൊക്കെ മിസ്റ്റേക്സാണ് വരുത്തിയ എന്നുള്ള കാര്യം അവിടെ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ചെയ്ത് നോക്കുക. ഈ റീഡു ചെയ്ത് നോക്കുന്ന കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചില ആൾക്കാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, മിസ്റ്റേക്ക് വന്ന കാര്യങ്ങൾ ജസ്റ്റ് നോക്കി മനസ്സിലാക്കി വെക്കും. അവരൊന്നും കൂടി ചെയ്ത് നോക്കൂല. അതുകൊണ്ട് എന്താ, അത് ആ ആൻസറിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ കുറച്ച് മറന്നു പോകും. അതിങ്ങോട്ട് കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മനസ്സിലാക്കി കാണാതെ ആ ആൻസർ എഴുതണം. ഞാനും ആദ്യം ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. എൻ്റെ ആൻസറൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ ഞാൻ ബാക്കിലെടുക്കും. എന്നിട്ട് ആൻസർ എങ്ങനെ വരേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കും. പക്ഷെ രണ്ടാമതൊരു വട്ടം അത് ചെയ്ത് നോക്കില്ല. എന്നിട്ട് കുറേ കാലം കഴിഞ്ഞ് എക്സാമൊക്കെ അടുക്കുന്ന സമയത്ത് ഞാൻ ഒന്നും കൂടി ചെയ്ത് നോക്കുമ്പോൾ എനിക്കത് മനസ്സിലാവില്ല, എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ നോക്കി മനസ്സിലാക്കി വെച്ച് കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ അത് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കറിയാം അത് നമുക്ക് ആക്ച്വലി മനസ്സിലായിട്ടുണ്ടോ അതോ നമ്മൾ ജസ്റ്റ് നമ്മളെ തന്നെ പറഞ്ഞ് പറ്റിക്കുകയാണോ. നമുക്ക് മനസ്സിലായി, ഇനിയിപ്പോൾ അടുത്ത ടോപ്പിക്ക് പഠിക്കാം. അപ്പോൾ അതിൽ കാര്യമില്ല. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ തറവായിട്ട് ഫിക്സ്ഡ് ആയിട്ട് പഠിച്ചു വെക്കുക. സോ നല്ലോണം കെയർഫുള്ളായിട്ട് ഇതേപോലെ 2-3 ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക്കിൽ നിന്ന് ചെയ്യാം. എന്നിട്ട് ഇതിലൊക്കെ നിങ്ങൾ കോമൺ ആയിട്ട് ചെയ്യുന്ന മിസ്റ്റേക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകുന്ന പോയിന്റ്സ് ഉണ്ടാവും. അതെന്ത് ചെയ്യുക, കുറച്ച് നേരത്തെ നമ്മളൊരു ബുക്ക് എടുത്തില്ലേ ഈ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട്, അതിൻ്റെ ബാക്ക് വശത്ത് മിസ്റ്റേക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. മിസ്റ്റേക്സ് കൊണ്ട് ഹെഡിങ് കൊടുക്കുക. ഞാനിവിടെ ജസ്റ്റ് കാണിച്ചേക്കാം. ഞാൻ ഇതിന് മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇതേപോലെ ഒരു ബുക്ക്. അപ്പോൾ മിസ്റ്റേക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ വരുത്തിയിട്ടുള്ള കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ് അതിൻ്റെ താഴെ ഇങ്ങനെ പോയിന്റ്സ് ആക്കി എഴുതി വെക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ ടോപ്പിക് വൈസ് അല്ലെങ്കിൽ ഓരോ ചാപ്റ്റർ ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് അതിൽ വരുത്തിയ മിസ്റ്റേക്സ് ഇങ്ങനെ കറക്റ്റായിട്ടെല്ലാം എഴുതി വെക്കുക. ഈ പറഞ്ഞ പോലെ എല്ലാ സബ്ജക്റ്റും എല്ലാ ചാപ്റ്റേഴ്സും എഴുതി വെക്കുക.
ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വലിയ ടെക്സ്റ്റ് ബുക്കും എടുക്കേണ്ടി വരില്ല, അതേപോലെ തന്നെ ക്ലാസ്സസും കാണേണ്ടി വരില്ല. ഈ ചെറിയ ബുക്ക് ഇരുന്ന് വായിക്കുക, അതേപോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക, നിങ്ങൾക്ക് തന്നെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഫീൽ ചെയ്യും. ഞാൻ എൻ്റെ P ലെവൽ എക്സാംസിനാണ് ഈ ഒരു സംഭവം ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് എനിക്ക് ഒരുപാട് ടൈം ഇതിൽ സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര സംഭവമായിട്ടൊക്കെ തോന്നും, പക്ഷേ ആക്ച്വലി ഒന്നുമില്ല. നിങ്ങൾ കൂടുതൽ സമയം ലാഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് കുറേ ടൈം സേവ് ചെയ്യാനും പറ്റും, അതേപോലെ തന്നെ എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാനും പറ്റും. കാരണം നമ്മളിവിടെ സ്മാർട്ടായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അല്ലാതെ കൂടുതൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടോ അല്ലെങ്കിൽ ക്ലാസ് കണ്ടിട്ടോ അങ്ങനെ ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നില്ല. പഠിക്കുന്ന ടൈം കറക്റ്റായിട്ട് നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോവുകയാണ് ഞാൻ ഈ പറയുന്ന മെത്തേഡിലൂടെ നമ്മൾ ചെയ്യുന്നത്. എൻ്റെ ലാസ്റ്റ് എക്സാം എന്ന് പറയുന്നത് AFM ആയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഒരു വ്ളോഗ് ചെയ്ത ടൈമിൽ ഞാൻ ഈ മിസ്റ്റേക്ക് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വ്ളോഗ് കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ ഒന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെന്നുള്ള കാര്യങ്ങളൊക്കെ. എക്സാമിന് ഞാൻ അതിൽ എഴുതി വെച്ച കുറേ കാര്യങ്ങൾ വന്നു. ആൻഡ് എക്സാമിന് കുറച്ച് ട്രിക്സൊക്കെ ഉപയോഗിക്കും നമുക്ക് മിസ്റ്റേക്ക് വരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, കാരണം നമുക്ക് ഓൾറെഡി ഒരു പാറ്റേൺ അറിയാം. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ വേണ്ട പോലെ എഫേർട്ട് ഇട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ എന്ത് കോഴ്സാണെങ്കിലും നിങ്ങൾക്ക് നല്ല മാർക്കിൽ പാസ്സാകാൻ പറ്റും. എൻ്റെ ACC പഠിക്കുന്ന പിള്ളേരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ട. നിങ്ങൾക്ക് വേണ്ടത് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സും പിന്നെ ഗൈഡ് ചെയ്യാൻ നല്ല മെൻറ്റേഴ്സുമാണ്. അപ്പോൾ ഞാൻ പെയ്ഡായിട്ട് അങ്ങനെ മെൻറ്റർഷിപ്പും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ നോക്കുകയാണെങ്കിൽ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ പറയുന്ന ടിപ്സൊക്കെ നിങ്ങളുടെ സ്റ്റഡീസിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ എക്സാം അറ്റൻഡ് ചെയ്യാനും അതേപോലെ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാവാനും പറ്റും. ഞാൻ ഇത്ര കോൺഫിഡൻസിൽ പറയാൻ കാരണം ഇതിൽ കൂടുതലൊന്നും എക്സാമിന് ചോദിക്കാനില്ല. കാരണം ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അതിൽ വരുത്തുന്ന മിസ്റ്റേക്സ് ഉണ്ടല്ലോ, അത് തന്നെയാണ് നമ്മൾ ആക്ച്വലി എക്സാമിന് നമുക്ക് വരുത്താൻ പോകുന്ന മിസ്റ്റേക്സ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ആ പോയിന്റ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലാതെ വേറെ എന്താ അവർ ചോദിക്കുക അതിൽ? നമുക്കൊരു സിലബസ് ഉണ്ട്, ആ ഒരു സിലബസിൻ്റെ സ്കോപ്പിൽ നിന്നുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. ഇനിയിപ്പോൾ +1 +2 ഒക്കെ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ മക്കളെ, നിങ്ങൾ ഇത്രയും നേരം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1200 അടിക്കാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ഫോളോ ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ടിരുന്ന് എല്ലാ ദിവസവും 2 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സ്കോർ നിങ്ങൾക്ക് എന്തായാലും അടിക്കാൻ പറ്റും. കാരണം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതേപോലെ തന്നെ കുറച്ച് ട്രിക്കി ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നമ്മൾ ഓൾറെഡി മിസ്റ്റേക്ക് ബുക്കും കാരണമൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് ആൻസർ എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. എനിക്കറിയാം ഞാൻ ഈ പറഞ്ഞത് ഈസി മെത്തേഡോ അല്ലെങ്കിൽ ട്രിക്കോ കാര്യങ്ങളൊന്നും അല്ല, നല്ല പണിയുണ്ട്. പക്ഷെ നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് വരുന്ന ടൈമിൽ നിങ്ങൾ നല്ല ഹാപ്പി ആയിരിക്കും, അതേപോലെ തന്നെ നിങ്ങളുടെ പാരൻസ് പ്രൗഡായിരിക്കും. എനിക്ക് ഈ ഒരു ഗ്യാരണ്ടി മാത്രമേ തരാറുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.